അപ്പോൾ നമ്മളുടെ മൂന്നാർ ട്രിപ്പിൻ്റെ അവസാനത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇത് 2ാം ദിവസത്തിലെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ മുന്നേ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എത്രയായി എന്തൊക്കെ അയ്യോ ഇനി ഇറങ്ങണ്ട അവിടേക്ക്. ഇനി വേറെ വഴി കൂടെ ഇറങ്ങാം. ഇപ്പൊ എത്ര സമയം? 7:40. അപ്പൊ ഞങ്ങളിവിടെ ചായ കുടിക്കാൻ വന്നതാണ്. അപ്പൊ ഇവിടെ ഒന്നും ആയിട്ടില്ല. അവർക്ക് നേരം കൊടുത്തിട്ടില്ല. 8 മണിക്കാവുള്ളൂ അത്ര. ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. ഫുഡ് അടിച്ചിട്ട് ഇനി നമുക്കൊന്ന് കറങ്ങാൻ പോണം. ഇവിടെയാണ് ഗായ്സ് ഇന്നലെ ഞാൻ ആറ് പിടിച്ചൊലിച്ചു ഞാൻ വീണത് അല്ലേ, അട്ട കടിച്ചത്. കയറല്ലേ. തൽക്കാലം വിശപ്പ് സമീപിക്കാൻ. അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി താഴത്തേക്കൊക്കെ പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒന്നും ആയിട്ടില്ല. 8 മണിയൊക്കെ ആവാനായിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ അവിടെ വെള്ളയപ്പവും ഇഡലിയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് പോന്നു. ഞങ്ങൾ ദോശയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ദോശ കഴിക്കണം എന്നാണ് ഒരു ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ കഴിക്കാണ്ട് പോന്നു കേട്ടോ അവിടുന്ന്. എന്നിട്ട് ഞങ്ങളെ കയ്യിൽ കുറച്ച് ബ്രെഡും ജാമും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലത്തെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകാനായിട്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് റൂമൊക്കെ ഒഴിഞ്ഞു കൊടുത്തിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ മൂന്നാർ ടൗണിലേക്കാണ് പോകണത്. അവിടെ വെച്ചിട്ട് എല്ലാ ഹോട്ടലിലും കയറിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ അതിന് മുന്നേ ആയിട്ട് നമ്മളിതാ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അവിടുന്ന് അടിപൊളി വ്യൂ കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാൻ വന്നതാണ്. തുടർന്ന് അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന വഴി കൂടെ തന്നെയാണ് തിരിച്ച് പോണത്. അപ്പോൾ വരുന്ന വഴിയിൽ നമ്മൾ 1-2 വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അധികം നേരമൊന്നും നിന്നൊന്നുമില്ല. കാരണം നമുക്ക് റൂം ഒന്നും സെറ്റായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം റൂമിലെത്താനുള്ളൊരു ധൃതിയും കാരണം നമ്മൾ പെട്ടെന്ന് പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ ചെന്നിട്ട് കുറച്ച് നേരം നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം എന്നുള്ള വിചാരിച്ചിട്ടാണ് പോണത്. പിന്നെ അവിടെ നിറച്ച് എന്താ പറയുക നമ്മുടെ സ്വീറ്റ് കോണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിക്കണം എന്ന് ഇന്നലെ നമ്മൾ വിചാരിച്ചതാണ്. അപ്പോൾ ഇന്നലെ വരുമ്പോൾ അങ്ങനെ വാങ്ങാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതൊക്കെ വാങ്ങി കഴിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോണത്. யாரு இல்ல அதுக்குள்ள வேற போன் வந்துருச்சு. நான் பண்ண சொல்றேன் அந்த பாப்பா അങ്ങനെ
നമ്മളിത് ആ സ്വീറ്റ് കോൺ വാങ്ങാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ. അപ്പം നമ്മളിത് ആദ്യമായിട്ടാണ് കഴിക്കണത്. അപ്പോൾ ഇവിടെ ഇതുപോലുള്ള ഒരുപാട് കടകളുണ്ട്. അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നൂഡിൽസും മുട്ടയും ബ്രെഡും അതുപോലെ പൈനാപ്പിൾ, തണ്ണിമത്തൻ, സ്വീറ്റ് കോൺ പുഴുങ്ങിയിട്ടും കൊടുക്കുന്നുണ്ട്, ചുട്ടിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് മേടിച്ച് ടേസ്റ്റ് നോക്കാം. ആദ്യം വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഒന്നുകൂടി മേടിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ചുട്ടിട്ട് ചുട്ടിട്ട് ചുട്ടത് മതി. നമ്മൾ ഇനി അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. അവിടെ ആൾക്കാരുണ്ട്. അവിടെ നിന്നിട്ട് വേണമെങ്കിൽ ഫോട്ടോ മഴ മഴ അപ്പം ഇനി കുറച്ച് അങ്ങനെ നമ്മൾ മൂന്നാർ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ തപ്പി അവസാനം നമുക്കൊരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ നെയ്റോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെയ്റോസ്റ്റും വണ്ടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ നമുക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ. സത്യം പറയാലോ ഒരു ടേസ്റ്റും ഇല്ലാത്തൊരു ദോശയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരു പൂരി എന്നെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊരു സെറ്റ് മേടിക്കാമെന്ന് വിചാരിച്ചു. അതും കഴിച്ചു നോക്കി. പക്ഷേ വായിൽ വെക്കാനേ കൊള്ളില്ല. ഒരു ജാതി ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുവിധം അത് കഴിച്ചു. പിന്നെ വരുന്ന വഴിക്ക് തന്നെ ലച്ചുവിന് ചെറുതായിട്ടൊരു എന്താ പറയുക വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ലച്ചുവിന് അത് ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല കഴിക്കാനായിട്ട്. അവൾ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. ബ്രെഡ് കഴിച്ച കാരണം എന്താണെന്നറിയില്ല വയറ്റിലൊരു വയറുവേദനയും ഒക്കെ ആയിട്ട് അന്നത്തെ ദിവസം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. മാമ കഴിക്കണം നോക്കട്ടെ. നമ്മളവിടെയൊക്കെ നല്ല വലിപ്പുണ്ടാവും പക്ഷേ പൂരിത്തെ കറി രസം കണ്ടിട്ട് പൂരിയിലേക്കുണ്ട് ചട്നി. ആരും ഒന്ന് പ്രത്യേകം കണ്ടറിയാം. ചൂടും കിട്ടാ
ഞങ്ങൾ റോസ് ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ് പോയപ്പോൾ അവിടെ വലിയതൊന്നുമില്ല 60 രൂപയ്ക്ക് ടിക്കറ്റിന്. പിന്നെ ആകെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, പൂക്കളും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം മഴയും ചെറുതായിട്ട് ചാർന്നിട്ടാ. അപ്പം ഞങ്ങൾ കാണാന്ന് വെച്ചാൽ തിരിച്ചു പോവാണ്. കണ്ടു പോ പറ്റുന്ന മോളെ. അപ്പോൾ റോസ് ഗാർഡൻ്റെ അവിടെ നിന്ന് കുറച്ച് പോന്നപ്പോൾ ഇതുപോലെ കുറേ ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ കുതിരയൊക്കെ ഉണ്ട്, കുതിരയുടെ മുകളിലൊക്കെ കയറി ഫോട്ടോ എടുക്കാം. അതുപോലെ തന്നെ തേയില നുള്ളണ പോലെയൊക്കെ വെച്ച് തലയിൽ ബാക്കിൽ കൊട്ടയൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നു. പിന്നെ ലച്ചുവിന് കണ്ണട വേണമെന്ന് പറഞ്ഞിട്ട് കണ്ണട വാങ്ങാനായിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ അതവിടെ തൊപ്പിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് വെച്ച് നോക്കുകയാണ്. പൊട്ടിക്കണ്ടാ അയ്യേ ഇത് രസമല്ലേ? അതേലന്നെ രസം. അത് മതി, ഭംഗിയുണ്ട് പോരെ. നല്ല സ്ത്രീ ഇവിടെ നെല്ലി കണ്ടിരുന്നേ. പൈസ കൊടുത്താ ഇഞ്ചി കൊഞ്ചൊന്നുമില്ല കാണാല്ലേ. ലാസ്റ്റ് തുള്ളി കൊടുത്താൽ മതി. അപ്പോൾ ചേട്ടൻ്റെതായി ചായ കുടിക്കാൻ പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇഞ്ചി ചായ എന്നിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ കഴിച്ചപ്പോൾ ഇഞ്ചിയുടെ ടേസ്റ്റ് ഒന്നും അതിലില്ല, പക്ഷേ നല്ല അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ അത് അവിടെ ഒരു പൂവിൻ്റെ കണ്ടു കേട്ടോ ഞാൻ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓടി പോണതാണ് ഈ കാണുന്നത്. ഡാമില് വെള്ളം കുറവ്. അയ്യ ബോട്ടങ്ങ കണ്ടിട്ട് ഞാൻ ചേട്ടാ പേടിയാ. ആയിക്കോട്ടെ. ഞങ്ങള് ഇപ്പൊ മാട്ടുപ്പെട്ടി ഡാം കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അല്ലെ? ഇങ്ങോട്ട് വരുമ്പോ ഒരുപാട് ചെടികളുണ്ട് കേട്ടാ. നമ്മള് നഴ്സറികളിൽ നിന്നൊക്കെ മേടിക്കണ നല്ല അടിപൊളി ചെടികൾ ഇതാ റോഡിന്റെ മതിലിന്റെ മുകളിലൊക്കെ ഉണ്ട്. കുറെയൊക്കെ ഞങ്ങൾ അടിച്ചു മാറ്റി. അവിടുന്ന് ഇനിയുണ്ട് ഒരുപാട്. ചേട്ടനോട് പറഞ്ഞപ്പോ ചേട്ടൻ സമ്മതിക്കണില്ലേ പൊട്ടിക്കാൻ. കുറേ പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു നീല പൂവുണ്ട്, അതിവിടെ മൊത്തം ഈ മൂന്നാറ് മൊത്തം ആ പൂവിന് എന്ത് രസമാണ് കാണാൻ. ഒരുപാട് ഇങ്ങനെ പടർന്നിട്ട് കുറേ ഉണ്ട് കേട്ടാ. അപ്പോൾ നമ്മൾ ഇതിലേ കാറിലിരുന്നിട്ട് എടുക്കുമ്പോൾ പറ്റണില്ല, അതിൻ്റെ ഭംഗി ശരിക്കും അറിയണില്ല. അപ്പോൾ ഞാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം. പിന്നെ നമ്മുടെ മറ്റേ ആ ചെടിയുടെ പേരെന്താണ് ഞാൻ മറന്നു. ആ നീല പൂവുണ്ടെന്ത് വേറൊരു തരം പൂവുണ്ടല്ലോ, അതുണ്ട് ഇവിടെ അത്യാവശ്യമുണ്ട്. 2 തരം. എന്താ പേര് ഞാൻ മറന്നു. നീ കണ്ടാ കാണിച്ചു തരാം. എൻ്റെ ഉള്ളിലത്തെ പൂക്കള് ഇവിടുന്ന് വിളിച്ചു കഴിഞ്ഞാൽ നല്ല എക്കോവ്. ഇവിടെ ബോട്ടിംഗ് ആണ് കേട്ടോ മെയിൻ, വേറെ ഒന്നുമില്ല. ബോട്ടിൽ പോണ്ടാ? മറ്റേ വലിയ ബോട്ടിൽ കുറെ ആൾക്കാർ പോണ ബോട്ടിലാണെങ്കിൽ വരാം. ഒറ്റയ്ക്ക് പോണ ബോട്ടിലൊന്നും ഞാനില്ല. ഇടയ്ക്ക് പേടിയാ. അതാ പൂവ് കണ്ടാ അവിടെ കാണാനല്ലോ. പൂവ് കാണാനല്ലോ.
പുഴയുടെ നടക്കല്ലേ ഭയങ്കര ബ്ലോക്ക് ഇവിടെ വരുമ്പോ. ഇങ്ങനെയാണ് മറ്റവരൊക്കെ പോകുമ്പോ ഉണ്ടാക്കിയിട്ട് കൈ പിടിക്കും. നമ്മളിത് എവിടേക്കാണ് പോണത്? ഡാമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഇങ്ങനെ പോണ എവിടെ എക്കോ പോയിന്റ് ഉണ്ട്. അത് അവിടെ തന്നെയാവും. എക്കോ പോയിന്റ് അവിടെ Welcome to Cowboy Park, where fun meets adventure. You are all set to enter the ultimate entertainment destination. It's the only park situated on the banks of the a joint venture with KCB Hydro Tourism. Visit us today. Cowboy Park, Sunmoon Valley, Matupati, Murda. ക്യാരറ്റ് ഒരു കെട്ടിൽ 5 എണ്ണം. അതിന് എത്രയാ? 30 രൂപ. 5 സാധനം ഉണ്ടാവും. ബീട്രൂട്ട് ഒരു കെട്ടിൽ 5 എണ്ണം. അതിന് 50 രൂപ. ഫ്രഷ്. അപ്പം നമ്മളിതാ തിരിച്ച് പോവുകയാണ്. ബോട്ടിങ്ങിനൊന്നും പോയില്ല. അപ്പോൾ അവിടെ ഒരു പാർക്ക് പോലെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറാൻ വേറൊരു കുറച്ച് പൈസ കൊടുക്കണം. പിന്നെ ബോട്ടിലിരിക്കണമെങ്കിൽ വേറെ പൈസ കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ ബോട്ടിൽ കയറാമെന്നൊക്കെ വിചാരിച്ച് പ്ലാനിങ് ചെയ്തിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോഴേക്കും ലച്ചുവിന് ഭയങ്കര കരച്ചിലായി. വയറുവേദന എടുക്കുന്നുണ്ട്, ഉറങ്ങണം, വീട്ടിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ആൾക്ക് വയറിന് എന്തൊരു സുഖമില്ലാത്ത പോലെയായിരുന്നു. ഫുള്ള് കിടന്നുറക്കും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഏതായാലും പിന്നെ എന്താ അങ്ങനെ ബോട്ടിൽ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മുടെ മെലസ്റ്റോമ ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അത് അവിടെ നിറച്ചുമുണ്ട്. എവിടെ നോക്കിയാലും ഈ ഒരു ചെടിയാണ് കേട്ടോ കാണാനുള്ളത്. നല്ല വലിയ മരം പോലെയൊക്കെ ആയിട്ട് നിറച്ച് പൂത്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അവിടെ 2 തരത്തിലുള്ളത് കാണാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കണ്ട ആ ഒരു പടരുന്ന ചെടി എന്ന് പറയുന്നത് കണ്ട, അത് നിറച്ചുമുണ്ട് ഈ ഒരു ചെടിയും. അപ്പോൾ ഈ ഒരു ചെടി ഇതാ റോഡ് സൈഡിൽ നിൽക്കണ്ടായതാണ് കേട്ടോ. അപ്പോൾ അവിടെ അത് ഒരുപാട് ഇങ്ങനെ നിൽക്കണ കണ്ടു. എന്താ പറയുക, പറമ്പിലും അവിടെ ഇവിടെയും ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ റോഡ് സൈഡിൽ ഇതിൻ്റെ 2 തരം കളറുണ്ട്. അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കട നടത്തുന്ന ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. അതിനോട് ചോദിച്ചപ്പോൾ ഞങ്ങളോട് പൊട്ടിച്ചോളാൻ പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം പൊട്ടിച്ചതാണ് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു വയലറ്റ് ചെമ്പരത്തി, അത് നമ്മൾ ഡാമിലേക്ക് പോണ വഴിയിൽ ഒരു വീടിൻ്റെ സൈഡിലായിട്ട് നിന്നിരുന്നതാണ്. അപ്പോൾ അത് ഞാൻ ഇറങ്ങിപ്പോയി ഒരു കൊമ്പ് ഒടിച്ചിട്ടുണ്ട് പോന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ പൂ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ചേട്ടൻ്റെ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. അതിന് വാടകയുടെ കാര്യമൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആൾ സൈഡാക്കി നിർത്തിയിട്ടാണ് റോഡ് സൈഡിൽ. അപ്പോൾ നിർത്തിയത് നമ്മുടെ ഈ ഒരു ചെടിയുടെ സൈഡിലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ ഒരു പൂവാണ് കേട്ടോ നിറച്ചുള്ളത്. ഈ മരത്തിൻ്റെ മുകളിലൊക്കെ ഇഷ്ടം പോലെയാണ് പറയുന്നത്. എന്ത് രസമാണ് കാണാൻ. അവിടെ ഒരു പോണ ഭാഗത്തൊക്കെ തന്നെയാണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത് പൊട്ടിച്ചില്ല. നോക്കുമ്പോൾ ആ ഒരു ചെടി പടർന്നിട്ടുള്ളത് ഒരു റോസിൻ്റെ കൊമ്പിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ആ റോസാക്കൊമ്പിൻ്റെ മുകളിൽ, അതൊരു കാട് പോലത്തെ സ്ഥലത്താണ്, റോഡ് സൈഡിലാണ്. നിറച്ച് പൂവൊക്കെ ഉണ്ടായിട്ടാണ് ആ റോസ് നിൽക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു കൊമ്പ് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. അങ്ങനെ നമ്മൾ മൂന്നാറിനോട് വിട പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പോകുന്ന വഴിയിൽ ഇതാ 2 ഏലത്തിൻ്റെ തയ്യും കൂടി വാങ്ങിച്ചു. പിന്നെ നമ്മൾ അടിമാലി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഫുഡ് അടിക്കണം. ഇപ്പോൾ 4 മണി ആയിട്ടുണ്ട്, ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഫുഡ് അടിച്ചിട്ട് ഒരു സാധനം കൂടി നോക്കാനുണ്ട്, അത് വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക്
കുറേ ചെടികൾ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ഒരു ഉപകാരം. കുറച്ച് ചെടികൾ കിട്ടി മൂന്നാറിൽ വന്നപ്പോൾ. കാശ് കൊടുത്ത് വെച്ചൊന്നല്ല, കാണിച്ചാൽ എൻ്റെ കണ്ണൂർ കിച്ചണാ. ഓക്കെയാ. അഞ്ച് മണിയാവാറായി. ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ണൂർ കിച്ചൺ കൊണ്ടുള്ളൊരു ഹോട്ടലിൽ കയറിയിരിക്കണ. ലച്ചുവിന് വയ്യാണ്ട് കിടക്കായിരുന്നു കേട്ടോ, വയറുവേനായിട്ട്. നോക്കിയാൾ വിശന്നിട്ട് ഗ്യാസ് കയറിയിട്ട് അതാണ്. ഇതാണ് ഞങ്ങളുടെ മുതലാളി അല്ലേ. ഞാൻ അടുത്ത ട്രിപ്പ് നമ്മൾ പോകാൻ പോണത് എവിടേക്കാണ്? കൊടൈക്കനാൽ. അതിന് വേറെ മുതലാളി വരും കേട്ടോ. 2 മുതലാളി വരും അല്ലേ. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മുതലാളിയുടെ ഹാജരാക്കേണ്ടതാണ്. പേര് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞാ പേര് വേണം വേണ്ട. പേര് പറഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ പ്രശ്നമാക്കണ്ട. ലച്ചുവിന് വയ്യാണ്ടായിട്ട് തളർന്ന് കിടന്നു. വയറുവേന അത്ര ഗ്യാസ്. കുറേ സ്ഥലങ്ങളൊന്നും കണ്ടില്ല കേട്ടോ കുട്ടി. ഞങ്ങൾ ബോട്ടിങ്ങിനൊക്കെ പോകണമെന്ന് വിചാരിച്ചതാ. പക്ഷേ ലച്ചുവിന് വയ്യാണ്ട് കരഞ്ഞപ്പോൾ ഞങ്ങൾ ബോട്ടിങ്ങിനൊന്നും പോയില്ല അല്ലേ. പിന്നെ അപ്പോൾ നമ്മളുടെ ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ശ്രീകുട്ടനും പൊന്നോനും അൽഫാമും കുബൂസും മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഓർഡർ ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. നമ്മൾ തലേ ദിവസം ബിരിയാണിയാണല്ലോ കഴിച്ചത്. അത് വലിയ ഇഷ്ടമായിട്ടില്ല, അത് വലിയ ടേസ്റ്റ് ഇല്ല. അപ്പം ഞാൻ അതുപോലെ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. അപ്പോൾ ചേട്ടനൊരു വെജ് ഫ്രൈഡ് റൈസും പനീർ കറിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾക്ക് ലൈമും ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലച്ചുവിന് ലച്ചു കഴിച്ചിട്ടില്ല, അവൾക്ക് തീരെ സുഖം ഉണ്ടായിരുന്നില്ല വയറിന്. അപ്പോൾ നമ്മളൊരു ജിഞ്ചർ ഇട്ടിട്ടുള്ള ഒരു ലൈമും കൂടി അവളുടെ വയറൊന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലച്ചുവിന് കാലത്ത് കഴിച്ചിട്ടുള്ള ആ ഒരു ബ്രെഡ് കഴിച്ചത് അങ്ങോട്ട് വയറിന് സെറ്റായില്ല എന്ന് തോന്നുന്നു. അത് വയറ്റിൽ എന്തൊരു